Hello, welcome to my channel, Homemade. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് പനീർ എങ്ങനെ നമുക്ക് വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പാലെടുത്താലും കുറച്ച് പനീറാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 ലിറ്റർ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് 350 ഗ്രാം പനീറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. പനീർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു 3 നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. പിന്നെ ഐസ് ക്യൂബ്സ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാത്രമാണ്. പനീർ അരിച്ച് ഒഴിക്കാനായിട്ടുള്ള ഒരു സ്ട്രെയിനറും അതിൻ്റെ അടിയിൽ അതിൻ്റെ വെള്ളം ഒഴുകിപ്പോകാനുള്ള വേറൊരു പാത്രവും കൂടി ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു കോട്ടൺ തുണി നനച്ച് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് നനച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണി ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് നനച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാൻ 3 ലിറ്റർ പാലാണ് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇത് തിളപ്പിക്കാനായിട്ട്. 3 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നാരങ്ങയും സൈഡിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിഴിഞ്ഞ് നാരങ്ങയുടെ കുരുവൊന്നും ഇല്ലാതെ പിഴിഞ്ഞ് അരിച്ചെടുത്ത ജ്യൂസാണ്. അതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാൽ ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേ ഓഫ് ചെയ്യരുത്. അതിനകത്തെ വെള്ളം എന്തെങ്കിലും കൂടുതലുള്ളത് തിളച്ച് വറ്റണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ പാല് തിളച്ച് ചാടിപ്പോവും. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഒരു 5 മിനിറ്റോളം നമുക്കിങ്ങനെ പാല് തിളപ്പിച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റോളം 5-10 മിനിറ്റോ ചെറുതായിട്ടൊന്ന് ചൂട് കുറയുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അല്പം തണുത്ത് കഴിയുമ്പോഴേക്കും, നന്നായിട്ട് തണുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നാരങ്ങാനീര് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൽ നിന്ന് പനീർ പിരിഞ്ഞ് വരുന്നത് കാണാം. ആദ്യം തന്നെ ഒഴിക്കുമ്പോഴേ ആകണമെന്നില്ല. കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ആദ്യം കുറച്ചൊഴിക്കുക, ഇതുപോലെ ഇളക്കി നോക്കുക വരുന്നുണ്ടോയെന്ന്, ശരിയായി വരുന്നുണ്ടോ എന്ന് നോക്കുക. വന്നില്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഒഴിക്കുക. നമ്മുടെ പാലിൻ്റെ കൊഴുപ്പ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന പനീർ എത്രത്തോളം ഉണ്ടെന്നും എത്ര വേഗം കിട്ടുമെന്നുള്ളതും. അപ്പോൾ ഞാനിവിടെ മിൽമയുടെ സാധാരണ കവർ പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് പോരാൻ തോന്നിയോണ്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം മൊത്തം 5 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ കുറേശ്ശെയായിട്ട് പാലിന് മാറ്റം വന്നിട്ടുണ്ട്. പിരിഞ്ഞു വരാൻ തുടങ്ങുന്നുണ്ട്. ഇളക്കി നോക്കുക, നന്നായിട്ട് ഇളക്കി പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാലിൻ്റെ കളർ, ആ വെള്ളത്തിൻ്റെ കളറ് മാറി ഒരു ചെറുതായിട്ട് ക്ലിയറായി വരും. ക്ലിയർ ആയിട്ടുള്ള ഒരു യെല്ലോ കളറിൽ, ലൈറ്റ് യെല്ലോ കളറിലെ ഒരു വെള്ളമായി വരുന്നവരെ നമുക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ 7 സ്പൂണോളം ഞാനിപ്പോൾ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴായിട്ട് 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 7 സ്പൂൺ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ആയി വരുന്നുണ്ട്. അങ്ങനെ പതുക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ കുറേയൊക്കെ ശരിയായി വരുന്നുണ്ട്. 1 സ്പൂൺ കൂടെ നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇപ്പം മൊത്തം 8 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ 1 സ്പൂൺ കൂടെ ചേർത്തപ്പോൾ നല്ല വ്യത്യാസം വന്നു.
ആ വെള്ളമൊക്കെ നല്ല ക്ലിയറായി, ലൈറ്റ് യെല്ലോ കളറിലെ വെള്ളമായി ക്ലിയറായി വന്നിട്ടുണ്ട്. പനീറെല്ലാം നല്ല വിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നാരങ്ങാനീര് ചേർക്കണ്ട. മൊത്തം 8 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ചേർത്ത് വീണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ പുളിപ്പ് തോന്നും. നമ്മൾ 8 സ്പൂൺ നാരങ്ങാനീര് ചേർത്തെങ്കിലും പനീറിന് പുളിപ്പൊന്നും അങ്ങനെ അനുഭവപ്പെടത്തില്ല. അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് പനീറിന് തോന്നില്ല. ഇപ്പോൾ പനീർ നല്ല ഭംഗിയായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്ന 8-10 ഐസ് ക്യൂബ്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ പനീറിൻ്റെ ചൂടൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പനീർ അങ്ങ് ഓവർ കുക്കായിപ്പോകും. ഒത്തിരി കുക്കായി കഴിഞ്ഞാൽ അത് ഹാർഡായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കഴിയുമ്പോൾ അതങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് അതൊന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ പനീർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ള തുണിയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഈ അരിച്ചു മാറ്റുന്ന വെള്ളം വെച്ചിട്ട് ചപ്പാത്തി കുഴച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ട് അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, കളയണ്ട. ഇനി ഈ പനീർ നമുക്ക് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒത്തിരി ഫോഴ്സ് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അതിൽ എക്സ്ട്രാ ഉള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് ഓർത്തിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ പാലിൻ്റെ അത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല. എത്ര അളവാണോ നമ്മൾ പാലെടുത്ത് അതിനേക്കാൾ കുറച്ചിട്ടുള്ള ഒരു വെയിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2.5 ലിറ്ററോളം വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം മറിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ സൈഡിൽ ഒരു നാരങ്ങ വെച്ച് കൊടുത്തതാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് അത് മറിഞ്ഞു പോകാത്ത രീതിയിൽ വെയിറ്റ് അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 1.5-2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പനീറിലുള്ള വെള്ളമെല്ലാം പോയി നല്ല കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പനീർ നല്ല സോഫ്റ്റാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ്. ഇനി നമുക്ക് വേണ്ട ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് കൂടുതൽ പാല് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ റെഡിമെയ്ഡ് പനീർ വാങ്ങിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കുറച്ച് പാല് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പനീർ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് മുറിച്ച് നമുക്ക് വേണ്ട ഷേപ്പിൽ മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പനീർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.